ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ ജിമ്മിൽ പോകും, നല്ല ഫുഡ് കഴിക്കും. പക്ഷേ നമ്മുടെ കൺട്രോൾ സെൻറ്ററായ നമ്മുടെ ബ്രെയിനിനെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ടോ? ഇഫ് യുവർ ബ്രെയിൻ ഈസ് ഹെൽത്തി, യുവർ ലൈഫ് ഈസ് ഹെൽത്തി. ഇന്ന് പലർക്കും ഫോക്കസ്, എനർജി, മെമ്മറി ആൻഡ് പീസ് നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ അത് ബ്രെയിൻ വീക്കായതുകൊണ്ടല്ല, നമ്മൾ ഡെയിലി റിപ്പീറ്റ് ചെയ്യുന്ന ചില ഹാബിറ്റ്സ് കാരണമാണ്. നമ്മുടെ ബ്രെയിൻ ഒരു മെഷീൻ പോലെയാണ്. കൃത്യമായ ഇന്ധനം അഥവാ ഫ്യുവൽ നൽകിയാൽ അത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എന്നാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പതുക്കെ പതുക്കെ തളരുകയും ചിതറിപ്പോകുകയും സമ്മർദ്ദത്തിലാവുകയും ചെയ്യും. എന്നാൽ ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, വെറും 5 സിമ്പിൾ ശീലങ്ങളിലൂടെ നിങ്ങളുടെ ബ്രെയിൻ എപ്പോഴും ആക്റ്റീവ്, കാം, ക്രിയേറ്റീവ് ആൻഡ് ഹെൽത്തിയുമാക്കി വയ്ക്കാൻ പറ്റും. അപ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന ആ 5 ബ്രെയിൻ റൂൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് റൂൾ: give your brain a direction. A brain without a goal becomes easily distracted. ലക്ഷ്യമില്ലാത്ത തലച്ചോറ് പെട്ടെന്ന് വഴി തെറ്റിപ്പോകും. ഇന്ന് മിക്കവരും മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാനും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വേവലാതിപ്പെടാനും സമയം കണ്ടെത്തുന്നു. എന്നാൽ ഞാൻ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത് എന്ന് സ്വയം ചോദിക്കുന്നവർ വളരെ ചുരുക്കമാണ്. നമ്മുടെ മനസ്സിന് ഒരു ലക്ഷ്യം, ഒരു ടാർഗറ്റ് ആവശ്യമാണ്. പഠനമാകട്ടെ, കരിയർ ആകട്ടെ, ആരോഗ്യമോ സാമ്പത്തിക ഭദ്രതയോ ആകട്ടെ, നിങ്ങൾക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് അഥവാ ബ്രെയിൻ കൂടുതൽ ഫോക്കസ്ഡ് ആകും. സൂര്യപ്രകാശത്തിൻ്റെ കാര്യം ആലോചിച്ചു നോക്കൂ. അത് എല്ലായിടത്തും പടർന്നു കിടക്കുമ്പോൾ വെറും ചൂട് മാത്രമേ നൽകുന്നുള്ളൂ. എന്നാൽ ഒരു മാഗ്നിഫയിങ് ഗ്ലാസ്സിലൂടെ അതിനെ ഒരിടത്തേക്ക് കേന്ദ്രീകരിച്ചാൽ തീ പോലും ഉണ്ടാക്കാൻ അതിന് സാധിക്കും. നമ്മുടെ മനസ്സിൻ്റെ കരുത്തും ഇതുപോലെ തന്നെയാണ്. അനാവശ്യമായ ഗോസിപ്പുകൾക്കോ നെഗറ്റീവ് ചിന്തകൾക്കോ ഊർജം കളയാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മനസ്സിനെ തിരിച്ചുവിടുക. ദിവസവും സ്വയം ചോദിക്കുക, ഇന്ന് എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ ഒരു ചുവടെങ്കിലും അടുത്തോ? സ്മോൾ ഡെയിലി പ്രോഗ്രസ് കീപ്സ് ദ ബ്രെയിൻ ആക്റ്റീവ് ആൻഡ് മോട്ടിവേറ്റഡ്. സെക്കൻഡ് റൂൾ: feed your brain properly. Your brain is not separate from your body. നിങ്ങൾ കഴിക്കുന്ന ആഹാരം നിങ്ങളുടെ ചിന്തയെയും ഏകാഗ്രതയെയും നേരിട്ട് ബാധിക്കുന്നുണ്ട്. ജങ്ക് ഫുഡും അമിതമായ പഞ്ചസാരയും സോഫ്റ്റ് ഡ്രിങ്ക്സും ശീലമാക്കിയവർ, ഇറഗുലർ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഉള്ളവരൊക്കെ പലപ്പോഴും ബ്രെയിൻ ഫോഗ്, പുവർ മെമ്മറി, ലോ ഫോക്കസ് പരാതിപ്പെടാറുണ്ട്. തലച്ചോറിന് ശരിയായ പോഷണം അത്യാവശ്യമാണ്. ഫ്രഷ്ലി ഹോം കുക്ക്ഡ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ്, ഹെൽത്തി ഫാറ്റ്സ്, ഇനഫ് പ്രോട്ടീൻ എന്നിവ ശീലമാക്കുക. ഇതിനെല്ലാം പുറമെ മിക്കവരും മറന്നുപോകുന്ന ഒന്നാണ് വെള്ളം. നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ഹൈഡ്രേഷൻ അത്യാവശ്യമാണ്. ചെറിയ രീതിയിലുള്ള ഡീഹൈഡ്രേഷൻ പോലും നിങ്ങളുടെ മൂഡിനെയും ശ്രദ്ധയെയും ബാധിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്നത് ഒരു ശീലമാക്കുക. ലളിതമായ ഇത്തരം ശീലങ്ങളാണ് തലച്ചോറിനെ കരുത്തുള്ളതാക്കുന്നത്. തേർഡ് റൂൾ: പ്രൊട്ടക്റ്റ് യുവർ സ്ലീപ്പ്. ഉറക്കം എന്നത് വെറും റെസ്റ്റ് മാത്രമല്ല, അതൊരു സിസ്റ്റം റീസെറ്റ് കൂടിയാണ്. നിങ്ങൾ ഉറങ്ങുമ്പോഴാണ് നിങ്ങളുടെ ബ്രെയിൻ മെമ്മറീസ് ഓർഗനൈസ് ചെയ്യുന്നതും സ്ട്രെസ് കുറയ്ക്കുന്നതും മാനസിക ഊർജം വീണ്ടെടുക്കുന്നതും. ഉറക്കം കുറഞ്ഞാൽ അത് നിങ്ങളുടെ ഡെസിഷൻ മേക്കിങ്ങിനെയും ഇമോഷണൽ കൺട്രോളിനെയും കോൺസെൻട്രേഷനെയും ബാധിക്കും. ഇന്നത്തെ കാലത്ത് ഉറക്കത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു സ്ക്രീൻസ് ആണ്. രാത്രി ഫോൺ നോക്കി കിടക്കുന്നത് ബ്രെയിനിനെ ഓവറായി ഉത്തേജിപ്പിക്കും. അതിനു പകരം ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപെങ്കിലും ഫോൺ മാറ്റിവെക്കുക. ലൈറ്റുകൾ കുറയ്ക്കുക. കുറച്ചുനേരം മെഡിറ്റേഷനോ ബ്രീതിങ് എക്സസൈസോ ചെയ്യാം. നന്നായി ഉറങ്ങുന്ന ആളുകൾക്ക് നന്നായി ചിന്തിക്കാനും വേഗത്തിൽ പഠിക്കാനും സമ്മർദ്ദം ശാന്തമായി കൈകാര്യം ചെയ്യാനും സാധിക്കും. ഒരു കാം നൈറ്റാണ് പവർഫുൾ മോർണിംഗ് ഉണ്ടാക്കുന്നത്. ഫോർത്ത് റൂൾ: കൺട്രോൾ മെൻ്റൽ നോയ്സ്.
ദിവസവും ആയിരക്കണക്കിന് ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ചില തോട്ട്സ് നമ്മെ ഇൻസ്പയർ ചെയ്യുന്നതായിരിക്കും, എന്നാൽ പല ചിന്തകളും നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്നതായിരിക്കും. പാസ്റ്റിനെ കുറിച്ച് അമിതമായി ചിന്തിക്കുക, ഏറ്റവും മോശം സാഹചര്യങ്ങൾ സങ്കല്പിക്കുക, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് പേടിക്കുക, മറ്റുള്ളവരുമായി സ്വയം കമ്പയർ ചെയ്യുക, പെയിൻഫുൾ സിറ്റുവേഷൻസ് വീണ്ടും വീണ്ടും റീപ്ലേ ചെയ്യുക, ഇതെല്ലാം തലച്ചോറിനെ ക്ഷീണിപ്പിക്കുന്നതാണ്. അനാവശ്യമായ ചിന്തകൾക്ക് വളം കൊടുക്കുന്നത് നിർത്തിയാൽ മാത്രമേ മനസ്സ് ശാന്തമാകൂ. എല്ലാ ചർച്ചകളിലും നിങ്ങൾ ഇടപെടേണ്ടതില്ല. എല്ലാ അഭിപ്രായങ്ങൾക്കും നിങ്ങൾ മറുപടി നൽകേണ്ടതില്ല. ചിലപ്പോൾ നിങ്ങളുടെ നിശബ്ദതയാണ് നിങ്ങളുടെ സമാധാനത്തെ സംരക്ഷിക്കുന്നത്. എന്തെങ്കിലും നിങ്ങളെ അലട്ടുമ്പോൾ സ്വയം ചോദിക്കുക, ഇപ്പോൾ എനിക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അത് മനസ്സിൽ ചുമന്നു നടക്കുന്നത് അവസാനിപ്പിക്കുക. A peaceful brain is a powerful brain. Fifth rule: give your brain joy and recreation. ലൈഫ് എന്ന് പറയുന്നത് വെറും ജോലിയും ഉത്തരവാദിത്തങ്ങളും മാത്രമല്ല. ബ്രെയിനിന് ഇടയ്ക്ക് കുറച്ച് സന്തോഷവും റിഫ്രഷ്മെൻറ്റും ആവശ്യമാണ്. ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, പാട്ട് കേൾക്കുക, നല്ല സുഹൃത്തുക്കളുമായി സംസാരിക്കുക, ഗെയിമുകൾ കളിക്കുക, വാക്കിങ്ങിന് പോവുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഹോബി ചെയ്യുക. പലരും വിചാരിക്കുന്നത് ഇതൊക്കെ സമയം കളയലാണെന്നാണ്. എന്നാൽ ശരിക്കും ഇത് ബ്രെയിനിനെ റീചാർജ് ചെയ്യാൻ സഹായിക്കും. ബ്രെയിൻ എത്രത്തോളം സന്തോഷമായിരിക്കുന്നുവോ അത്രത്തോളം മികച്ച രീതിയിൽ അത് പ്രവർത്തിക്കും. ഒരു മെഷീനെ പോലെ മാത്രം ജീവിക്കരുത്. നല്ലൊരു ബ്രെയിനിന് ഡിസിപ്ലിൻ പോലെ തന്നെ ഹാപ്പിനെസ്സും പ്രധാനമാണ്. ഒരു മനോഹരമായ ചൊല്ലുണ്ട്: കയ്പുള്ള മരുന്ന് വിഴുങ്ങണം, അത് ചവച്ചിറക്കരുത്. ജീവിതത്തിൽ നിരാശകളും അപമാനങ്ങളും പരാജയങ്ങളും ഉണ്ടായേക്കാം. അവയെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് കയ്പുള്ള മരുന്ന് ചവച്ചിറക്കുന്നത് പോലെയാണ്. അത് വേദന കൂട്ടുകയേ ഉള്ളൂ. പാഠങ്ങൾ പഠിക്കുക, ആ വേദനയെ ഉൾക്കൊള്ളുക, എന്നിട്ട് മുന്നോട്ടു പോവുക. നിങ്ങളുടെ സമാധാനത്തെ സംരക്ഷിക്കുക. കാരണം ആരോഗ്യകരമായ ഒരു മനസ്സ് ജീവിതത്തിലെ ഏറ്റവും വലിയ നിധികളിലൊന്നാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ലെറ്റ്സ് ഗ്രോ ടുഗെദർ. കീപ് സ്മൈലിംഗ്, സ്റ്റേ ഇൻസ്പയർഡ്.